ജബൽപൂർ ബാങ്ക് കൊള്ളയിൽ 4 പേരെ മധ്യപ്രദേശ് പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 2 ലക്ഷം രൂപയും കണ്ടെടുത്തു. 15 കിലോ സ്വർണവും 5 ലക്ഷം രൂപയുമാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വലിയ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. ഹെൽമറ്റ് അടക്കം ധരിച്ചുകൊണ്ടാണ് അക്രമികൾ എത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രാഥമികമായി നമ്മുടെ മുന്നിലുള്ളത്. മധു, വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ ജയിലിനകത്ത് വെച്ചാണ് ഇതിന്റെ ആസൂത്രണം നടന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട അതിലെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 4 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഈ സൂത്രധാരൻ മധ്യപ്രദേശ് സ്വദേശിയാണ്. ബാക്കി 3 പേർ ഛത്തീസ്ഗഡ് സ്വദേശികളാണ്. ഒരു ഗ്യാങ്ങിലെ അംഗങ്ങളാണ്. ഈ ഗ്യാങ്ങിലെ അംഗങ്ങളുമായി ജയിലിനകത്ത് വെച്ച് കണ്ട് പരിചയപ്പെട്ട് അതിനകത്ത് വെച്ചാണ് ഈ ബാങ്ക് കൊള്ളയെല്ലാം തന്നെ പദ്ധതിയിട്ടത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഒരാളെ കൂടി ഇനിയും പിടികൂടാനുണ്ട്. 5 പേരാണ് ഈ സംഘത്തിലുണ്ടായത്. അതിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട്. മാത്രമല്ല, 2 ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 15 കിലോയും 5 പവൻ 15 കിലോ സ്വർണവും 5 ലക്ഷം രൂപയുമായിരുന്നു ഇവർ കവർച്ച നടത്തിയത്, മോഷ്ടിച്ചത്. അപ്പോൾ ബാക്കി സാധനങ്ങൾ കൂടി ഇനി കണ്ടെത്താനുണ്ട്. തുടങ്ങിയിട്ടുള്ള മറ്റ് അന്വേഷണങ്ങളും എല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇവരുടെ ഈ പദ്ധതി ഇട്ടത് എങ്ങനെയാണ്, മറ്റ് സ്വർണവും ആഭരണങ്ങളും പണവും ഒക്കെ എവിടെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്താനുള്ളത്.